നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CJPയുടെ പട്ടിണി സമരം, അതായത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ, ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം, ആ സമരത്തിൽ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിക്കുന്നു. നിരാഹാര സമരം 20 ദിവസം പിന്നിടുന്നു. 21ാം ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ കോടതി വിധിയോടുകൂടി എത്തി ഇവരെ സോനം വാങ്ചുക്കിനെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. സോനം വാങ്ചുക്കിനെ ഡോക്ടർമാർ എന്ന വ്യാജേനയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് കാണാൻ വരുന്നത്. ഒറ്റ തുണി കൊണ്ട് പൊതിഞ്ഞ് സോനം വാങ്ചുക്കിനെ പൊക്കിയെടുത്ത് ആംബുലൻസിലിട്ട് പോലീസ് കൊണ്ടുപോവുകയാണ്. ദില്ലി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഇത് നോക്കി നിൽക്കാനേ അവിടെ ഉണ്ടായിരുന്ന യുവ തെറുക്കികൾക്കൊക്കെ സാധിച്ചുള്ളൂ. ഈ പറയുന്ന പോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പറയുന്ന ജന്തർ മന്ദറിലെ പരിപാടിക്ക് വലിയ ആൾക്കാരൊന്നും എത്താറില്ലായിരുന്നു. 1, 2, 3 പേർ അവിടെ ചുറ്റും കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ടെലിവിഷൻ ദൃശ്യങ്ങളിൽ നമ്മളൊക്കെ കാണുന്നതാണ്. ഈ പറയുന്ന സോനം വാങ്ചുക്ക് ഒരു ഉയർന്ന പോഡിയത്തിൽ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് കിടക്കുന്നത് കാണാം. തൊട്ട് താഴെ അഭിജിത്ത് ദീപ്കെ ഇരുന്ന് പൂരിയും മസാലയും കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഫുഡ് ഫെസ്റ്റിവലായി മാറിയ ജന്തർ മന്ദർ, അവിടെ ഒറ്റയ്ക്ക് നിരാഹാരം കിടക്കുന്ന വാങ്ചുക്ക്, പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളും വന്നു നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച് മടങ്ങിപ്പോകുന്ന കാഴ്ച. ആരും ഒന്നും പ്രസംഗിക്കുന്നില്ല. സദാസമയവും മൈക്ക് അഭിജിത്ത് ദീപ്കയുടെ കയ്യിലാണ്. ആരൊക്കെയോ വരുന്നു, ആട്ടവും പാട്ടും ഒക്കെ നടത്തുന്നു. ചിലർ തുണിയുരിയുന്നു, ചിലർ മറ്റെന്തൊക്കെയോ കാട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ പ്രതിഷേധങ്ങളാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ നാളായി അരങ്ങേറിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിൽ എത്തുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് വിചാരിച്ചത്. മോദി അതിന് ഒന്നും ചെയ്തില്ല. വാങ്ചുക്കിനെ വെറുതെ വിട്ടു. ജന്തർ മന്ദർ നൽകില്ല എന്നവർ വിചാരിച്ചു. ജന്തർ മന്ദറിൽ എന്തു വേണോ കാണിച്ചു കൊള്ളാൻ അനുമതി കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ സോനം വാങ്ചുക്ക് വരുന്നു. സോനം വാങ്ചുക്കിനെയും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അറിയിച്ചതോടുകൂടി ചർച്ച നടത്തണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ മുന്നിൽ വന്ന് കരയാൻ തുടങ്ങി. എന്തായാലും പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങും മുമ്പ് നമ്മുടെ സോനം വാങ്ചുക്കിനെ മാറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ സോനം വാങ്ചുക്കിൻ്റെ ഈ ആരോഗ്യനില മോശമായതൊന്നും കൊണ്ടൊന്നുമല്ല. അദ്ദേഹം ആഹാരം കഴിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയായതൊന്നും വന്നിട്ടില്ല. കാരണം ഗ്ലൂക്കോസും ചിക്കൻ സൂപ്പും എല്ലാം ഈ പറയുന്ന വെള്ളം എന്ന രീതിയിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കാൻ ഈ പറയുന്നവർക്ക് ചില പദ്ധതി ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുമൊക്കെ ഈ അടുത്ത് പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് ഈ CJPയുടെ പ്രക്ഷോഭ സ്ഥലത്ത് വന്ന് പിന്തുണയൊക്കെ അറിയിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനകത്ത് സോനം വാങ്ചുക്ക് ഒരു ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷം എന്ത് എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് അഭിജിത്ത് ദീപ്കെ അല്ല നിരാഹാരം കിടക്കാനിരുന്നത്. കാരണം അഭിജിത്ത് ദീപ്കെ എന്തുകൊണ്ടാണ് നേരത്തെ നിരാഹാരം കിടക്കാത്തത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വാർത്താലേഖകർ മുഖാന്തിരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കടുത്ത തലവേദനയാണ്, എനിക്ക് മൈഗ്രെയിൻ്റെ രോഗമുള്ള വ്യക്തിയാണ്, ഞാൻ ഈ നിരാഹാരം കിടന്നാൽ ഞാൻ ഉടൻ ആശുപത്രിയിലായി പോകും, അതുകൊണ്ടാണ് ഞാൻ കിടക്കാത്തത് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള അഭിജിത്ത് ദീപ്കെ ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു നിരാഹാര സമരം തുടങ്ങിയതിൻ്റെ പിന്നിൽ എന്താണ്? ആര് വാങ്ചുക്കിന് ശേഷം കിടക്കണമെന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി CJPയിൽ നടന്നു വരുന്നു എന്നാണ് സൂചന. ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. CJPയിൽ മുഴുവൻ ഈ അമൂൽ ബേബികളാണല്ലോ. ഒരു ദിവസം പോലും ആഹാരം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഒരു തവണ പോലും ആഹാരം കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വിശപ്പ് താങ്ങാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിശപ്പ് അറിഞ്ഞിട്ടില്ലാത്തവർ ആണ് ഈ CJPക്കായി അവിടെ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും നിരാഹാരം കിടക്കാൻ വയ്യ. ആ സമയത്ത് അഭിജിത്ത് ദീപ്കെ പറഞ്ഞു അത്രേ, അരവിന്ദ് കെജ്രിവാൾ ഈ അങ്കിൾ ധാരാളം ഈ പറയുന്ന നിരാഹാരം കിടന്നിട്ടുള്ളയാളാണല്ലോ, അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കിടക്കട്ടെ എന്നാണ് അഭിജിത്ത് ദീപ്കെ നിർദ്ദേശിച്ചത്. പക്ഷേ ഉടൻ തന്നെ ഈ പിന്തുണ പ്രഖ്യാപിക്കാൻ വന്ന അരവിന്ദ് കെജ്രിവാൾ പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരാഹാരം എന്ന് കേട്ട ഉടൻ തന്നെ അരവിന്ദ് കെജ്രിവാൾ ദില്ലിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംസ്ഥാനമായ പഞ്ചാബിലേക്ക് വണ്ടി കയറി. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ഈ പറയുന്ന കൂടിയാലോചനയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മറ്റൊരു തെക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള മറ്റൊരു യുവ തുർക്കിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രകാശ് രാജാണ്. ഈ പ്രകാശ് രാജാണ് നമ്മുടെ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ പോയി അവിടെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ചില ഗൂഢാലോചനയൊക്കെ നടത്തിയത് എന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ്. അതേ പ്രകാശ് രാജ് CJPക്ക് പിന്തുണയുമായി ദില്ലി ജന്തർ മന്ദറിൽ പോയി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കൂടിയാലോചനയൊക്കെ നടന്നത്. നമുക്ക് കൂടിയാലോചിക്കാം എന്ന് പറഞ്ഞ് ഈ കൂടിയാലോചന യോഗത്തിൽ പ്രകാശ് രാജിനെയും ഈ പറയുന്ന ആളുകൾ കൂട്ടി.
അരവിന്ദ് കെജ്രിവാളിന് പറ്റില്ല എന്ന് പറഞ്ഞതോട് കുട്ടികളുടെ കണ്ണ് നേരെ പ്രകാശ് രാജിലേക്ക് പോയി. ഉടനെ പ്രകാശ് രാജും പെട്ടിയെടുത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പിന്നാലെ ഓടി എന്നാണ് കേൾക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ പ്രകാശ് രാജും കൈവിട്ടതോടുകൂടിയാണ് അഭിജിത്ത് ദീപ്കയ്ക്ക് ഇങ്ങനെ നിരാഹാരം ഇരിക്കേണ്ടി വന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. അഭിജിത്ത് ദീപ്കെ ഈ പറയുന്ന രണ്ടുപേരെ മാത്രമല്ല, ഒട്ടനവധി നേതാക്കളെ, തങ്ങൾക്ക് പിന്തുണയുമായി എത്തിയ റഹീമിനെ വരെ വിളിച്ച് ഒന്ന് കിടക്കാമോ എന്ന് അന്വേഷിച്ചു അത്രേ. ആരും അതിന് തയ്യാറായില്ല. എനിക്ക് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ അഭിജിത്ത് ദീപ്കെ തന്നെ ഈ നിരാഹാരം കിടക്കട്ടെ എന്ന് സ്വന്തം പാർട്ടിയിലെ ചില ആളുകൾ നിർദ്ദേശിച്ചു അത്രേ. നിർദ്ദേശിച്ചാൽ മാത്രം പോരല്ലോ, ആരെങ്കിലും പിന്താങ്ങുകയെങ്കിലും വേണ്ടേ? ദുഷ്ടന്മാർ ആരോ പിന്താങ്ങിക്കളഞ്ഞു. അങ്ങനെയാണ് അഭിജിത്ത് ദീപ്കെ ഈ പറയുന്ന നിരാഹാര പന്തലിൽ, നിരാഹാര കട്ടിലിൽ വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കേണ്ടി വന്നത്. പിന്നെ കരയാതെ എങ്ങനെയാണ് ഇരിക്കുക? കരച്ചിൽ വരും, ആരായാലും കരച്ചിൽ വന്നു പോകും. അതുകൊണ്ടാണ് പൊട്ടി പൊട്ടി കരഞ്ഞത്. നിരാഹാരം തുടങ്ങിയതിന് പിന്നാലെ അഭിജിത്ത് ദീപ്കെ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അഭിജിത്ത് ദീപ്കയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ കരയുന്ന മുഖമാണ് കിട്ടിയത്. എന്തിനാണ് അദ്ദേഹം കരയുന്നത് എന്ന് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ചോദിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ അടവുകളും പരാജയപ്പെട്ടു. ഒടുവിൽ തനിക്ക് തന്നെ കിടക്കേണ്ടി വന്നു. ആരായാലും പൊട്ടിക്കരഞ്ഞു പോകും.